അയാൾ കയറി വന്നപ്പോൾ ബസ്സിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതായി. ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും വലിയ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ടുള്ള യാത്രയായിരുന്നു. കയറി വന്ന ഉടനെ തന്നെ അടുത്തിരുന്ന ആളോട് ദേഷ്യപ്പെടുവാനായിട്ട് തുടങ്ങി. കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബസ് പല സ്ഥലങ്ങളിലും നിർത്തിയാണ് പോകുന്നത്. ഇത് അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അയാൾ കണ്ടക്ടറോട് ദേഷ്യപ്പെടുകയാണ്, എന്തിനാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ നിർത്തിപ്പോകുന്നത് എന്നതിനെക്കുറിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഈ ബസ്സിലേക്ക് കയറി. നമുക്കറിയാം കോളേജ് സ്റ്റുഡൻസിൻ്റെ പ്രകൃതം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് അവർ ശ്രമിക്കും. അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകത അതാണ്. 7-8 കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വർത്തമാനം പറയാനും പിന്നെ പാട്ടുകൾ പാടുവാനൊക്കെ തുടങ്ങി. ഡാഡി മമ്മി വീട്ടിലില്ല അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി നൃത്തം വയ്ക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ഇയാൾ വളരെ അസ്വസ്ഥനായി. അയാൾ എഴുന്നേറ്റ് നിന്ന് അവരോട് ആജ്ഞാപിച്ചു, നിർത്തു നിങ്ങളുടെ ഡാൻസും പാട്ടുമൊക്കെ എന്ന്. കുട്ടികളൊക്കെ നിശബ്ദരായി. ഇങ്ങനെ ഈ മനുഷ്യന് എന്തു പറ്റി, ഇദ്ദേഹം ഒരു ചൂടനാണ്, ഭ്രാന്തനാണെന്നൊക്കെ കുട്ടികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ബസ്സിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു കണ്ടക്ടറോട്, ഞങ്ങൾക്കിത് കാണണം, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അങ്ങനെ കുട്ടികളുടെ ആ അഭ്യർത്ഥന സ്വീകരിച്ച് കണ്ടക്ടർ ആ വെള്ളച്ചാട്ടത്തിന് മുൻപിലായിട്ട് ബസ് നിർത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുമ്പം അയാൾ വലിയ ദേഷ്യത്തിലായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, ഇവിടെ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും പേരെ കയറ്റിക്കൊണ്ട് പോകുന്നു, തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ നിർത്തുകയും മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണ്. കൃത്യസമയത്ത് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. വലിയ ദേഷ്യത്തിലാണ്. അങ്ങനെ ഒരു സമാധാനരഹിതമായ ഒരു അന്തരീക്ഷമാണ്. അവസാനം വലിയ മലമടക്കുകളിൽ എത്തുകയാണ്. ഇദ്ദേഹം ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്ഥലത്ത് വണ്ടി നിർത്തണം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ബസ് അടുത്ത സ്റ്റോപ്പിൽ മാത്രമേ നിർത്താനായി സാധിക്കുകയുള്ളൂ എന്ന്. അദ്ദേഹത്തിന് വലിയ ദേഷ്യം തോന്നി. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചു, ബസ് നിർത്താനല്ലേ പറഞ്ഞതെന്ന്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് ഡ്രൈവർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. അദ്ദേഹം ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. അങ്ങനെ പിറകോട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ആ റോഡരികിലാണ്. ധാരാളം ആളുകൾ വീടരികിൽ കൂടിയിരുന്നു. ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തെ കൈക്ക് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ചിത്രം എല്ലാവരും കാണുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഈ ബസ്സിൻ്റെ പിറകിൽ മഹീന്ദ്രയുടെ ജീപ്പിൽ ഏകദേശം 3.5-4 അടി നീളം മാത്രം വരുന്ന ഒരു ശവപ്പെട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ശവപ്പെട്ടിയുമായിട്ട് ഈ ജീപ്പ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. ബസ്സിലെ യാത്രക്കാർക്ക് സങ്കടമായി. അവർ മനസ്സിലാക്കി ഇദ്ദേഹം ദേഷ്യപ്പെടാനുള്ള കാരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അവർക്ക് കുറ്റബോധമായി, വേദനയായി. കുറേ നേരം ബസ് അവിടെ നിർത്തിയിട്ടു. കുറച്ചു പേരൊക്കെ ആ വീട്ടിലേക്ക് പതുക്കെ പോയി ആ അദ്ദേഹത്തിൻ്റെ വിഷമത്തിലേക്ക് പങ്കുചേരുവാനായിട്ട് ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, പുറം കാഴ്ചകൾ എന്ന ഷോർട്ട് ഫിലിമിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഷോർട്ട് ഫിലിം നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാം. ആ വേദനയും ദുഃഖവും ഒക്കെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. ഇദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളാണ് ദേഷ്യങ്ങളായി പുറത്തേക്ക് വന്നത്. ഉള്ളിൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ദേഷ്യങ്ങളായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ
നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് മുഖം വാടിയാൽ, സ്വരം പതറിയാൽ എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്ന ശീലവും സ്വഭാവമുള്ളവരൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിൽ എല്ലാം മറന്നുപോകുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയെയും നമുക്ക് കാണുമ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കാനായി സാധിക്കില്ല. ഒരുപക്ഷെ പുറമേ ചിരിക്കുന്നുണ്ടാവാം, സർക്കസിലെ കോമാളികളെ പോലെ. ഉള്ളിനുള്ളിൽ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അടക്കി വെച്ചുകൊണ്ട് ചിരിക്കാനും അറിയുന്ന വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റും. എന്നാൽ ചില വ്യക്തികളൊക്കെ അകാരണമായി ദേഷ്യപ്പെടുമ്പോൾ, ചില വ്യക്തികളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, സദാസമയം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തോ വലിയ ദുഃഖങ്ങളുണ്ട്, ദുഃഖത്തിൻ്റെ നിഴലുണ്ട്. അത് നമ്മളോട് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ, അല്ലെങ്കിൽ അവർക്ക് സ്വാന്തനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള കരച്ചിലുകളാണ് ദേഷ്യങ്ങളായി പുറത്തു വരിക. ചുരുക്കത്തിൽ പല സന്ദർഭങ്ങളിലും ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കുവാനായി സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ എക്വീൻ തെറാപ്പിനെ കുറിച്ച് കേട്ടിരിക്കും. എക്വീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. കുതിരയുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഈ കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള മൃഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരു ആള് ഈ ഇണങ്ങിയ കുതിരയുടെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ ആ കുതിരയ്ക്ക് ആ ആളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാനായി സാധിക്കും. ഞാൻ വലിയ വേദനയോടും വിഷമത്തോടും കൂടിയാണ് ആ ഇണങ്ങിയ കുതിരയുടെ അടുക്കലേക്ക് പോവുകയാണെങ്കിൽ കുതിര എൻ്റെ അടുക്കൽ വന്ന് നിൽക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അതിന് മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ദൈവം കൊടുത്ത കഴിവാണ്. ഞാൻ കരഞ്ഞെങ്കിൽ വലിയ അനുകമ്പയോടെ, ദയയോടെ ഈ കുതിര നോക്കും. ഒരുപക്ഷെ ഈ കുതിരയുടെ കണ്ണിലൂടെയും വെള്ളം വരും. വിഷാദരോഗം, മാനസിക സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുകൾ ഉള്ളവർ, ഇവർക്കൊക്കെ വേണ്ടി അവലംബിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ എക്വീൻ തെറാപ്പി. ഒരു മൃഗത്തിനു പോലും അവൻ്റെ അടുത്തായിരിക്കുന്ന ആ മനുഷ്യൻ്റെ വേദനയും നൊമ്പരവും ഒക്കെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്നെയും നിങ്ങളെയുമൊക്കെ ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് അയച്ചത് സകലവിധ കഴിവുകളോടും കൂടിയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള കഴിവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. എന്നാൽ ജീവിത സാഹചര്യത്തിൽ ഇതൊക്കെ അങ്ങ് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇതൊന്നും പ്രകടമാക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നു. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് ഈശോ പ്രതിപാദിക്കുന്നുണ്ട്. 3-ാമത്തെയും 4-ാമത്തെയും വചനം പ്രസക്തമാണ്. 3-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ആടുകൾ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നു. 4-ാമത്തെ വാക്യത്തിൽ ആടുകൾ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് അവനെ അനുഗമിക്കുന്നു. ഈ മൃഗത്തിന് ഇടയൻ്റെ സ്വരം തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഇടയനെ അനുഗമിക്കുവാനായിട്ട് കള്ളന്മാരും കവർച്ചക്കാരും എന്നാൽ അവരെ അനുഗമിക്കില്ല, ഇടയനെ മാത്രം അനുഗമിക്കുവാനായി സാധിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്വരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചലനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ മനസ്സിലാക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. ഒരു പ്രൊഫസർ
എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ ജീവിത പങ്കാളി ഒരു ലോയറാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7-7:30 സമയമാകുമ്പം ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് മേശപ്പുറത്ത് കാറിൻ്റെ താക്കോൽ വെക്കുന്ന ആ ചലനം, ആ ശബ്ദം കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്നത്തെ ദിവസം അദ്ദേഹം വാദിച്ച കേസ് ജയിച്ചോ തോറ്റോ എന്ന്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ആ ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഒരുമിച്ച് വസിക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇനി ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഉറങ്ങുന്നു. ചോദ്യം ഇതാണ്: എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ടോ? അച്ചോ, ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നുറങ്ങുക ഒരു പേടി സ്വപ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയാണെന്ന് പറയുന്ന ജീവിത പങ്കാളികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. ജീവിത പങ്കാളിയെ ജീവിത പങ്കാളിയായി കാണാതെ ഒരു വസ്തുവായി കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ. ആഴങ്ങളിലേക്ക് പോകാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ, അവരായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ, അവരുടെ സ്വരവും ചലനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി വരുന്നത്. കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ള ചിന്തയാണ്. ഭർത്താവിനും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തുണ്ട് എന്നതിനേക്കാൾ വലുത് സമയം കൊടുക്കാനുണ്ടോ, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ, സാന്നിധ്യം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഒരു പിക്നിക്കിന് പോയി. മൃഗശാലയിലെത്തി. വലിയ സന്തോഷമായി രണ്ടുപേരും കരങ്ങളൊക്കെ കോർത്തു പിടിച്ച് സന്തോഷത്തോടെ മൃഗശാലയിൽ എത്തുകയും എല്ലാ മൃഗങ്ങളുടെ അടുക്കിലൂടെ പോകാൻ ശ്രമിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ധാരാളം കുരങ്ങന്മാരെ കണ്ടു. അതിൽ 2 കുരങ്ങന്മാർ. സാങ്കല്പികമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഭാര്യയും ഭർത്താവും അവരൊരുമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കുരങ്ങൻ മറ്റേ കുരങ്ങൻ്റെ തലയിലുള്ള പേനൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. പേനെ തപ്പിയെടുക്കുന്നു. എടുക്കുന്ന വഴിക്ക് പേൻ കിട്ടിയത് ആ കുരങ്ങനത് കഴിക്കുന്നു. പിന്നെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, കണ്ടോ ഇവരുടെ സ്നേഹമെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയൊരു കല്ലെടുത്ത് ആ കുരങ്ങിനോട്ടൊന്ന് എറിയാൻ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞതാണല്ലോ, മനസ്സിലാ മനസ്സോടെ ഒരു പൊടിക്കല്ലെടുത്തിട്ട് ഈ 2 കുരങ്ങും ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എറിയുന്ന സമയത്ത് ആ കല്ല് തൊട്ട് കുരങ്ങിൻ്റെ അടുത്ത് വന്ന് വീഴുകയാണ്. ആ സമയമായപ്പോഴേക്കും ചുറ്റുമുള്ള എല്ലാ കുരങ്ങുകളും ഓടി ഒളിച്ചു. ഇതിൻ്റെ ഭർത്താവായ കുരങ്ങൻ അവനും ഓടിപ്പോയി. ഈ ഭാര്യയായ ഈ കുരങ്ങ് അവിടെ ഒറ്റയ്ക്കാണ്, സങ്കടത്തോടെ ഇരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണോ സ്നേഹം? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കണ്ടോ സ്നേഹം ഇത്രയേ ഉള്ളൂ. അവർ വീണ്ടും മുമ്പോട്ട് നടന്നു. 2 സിംഹങ്ങൾ. ഇങ്ങനെ കൂട്ടിലെ 2 സിംഹങ്ങളെയും അടച്ചിരിക്കുകയാണ്. അവർ ആലുവ മടൽപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ലാതെ ഈ 2 സിംഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇവരുടെ സ്റ്റൈൽ ഇത് തന്നെയാണ്, ഇവർക്ക് സ്നേഹമൊന്നുമില്ലല്ലേ എന്ന് വീണ്ടും ഭാര്യ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാവാ, നീ പഴയതുപോലെ ഒരു പൊടിക്കല്ലെടുക്കുക, എന്നിട്ട് ആ സിംഹക്കൂട്ടിലേക്ക് എറിയാൻ പറഞ്ഞു. ഇവിടെ ഒരു പൊടിക്കല്ലൊക്കെ എടുത്ത് ആ സിംഹക്കൂട്ടിലേക്ക് എറിയുവാനായിട്ട് കൈ ഓങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആൺസിംഹം സടകുടഞ്ഞ് എഴുന്നേറ്റു. ആ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ പ്രകമ്പനം കൊണ്ടു പിന്നെ അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തേക്ക് എല്ലാവരും പേടിച്ചുപോയി.
സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ പ്രകടനം ഇതാണ്. എന്നെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? സ്നേഹത്തിന് പല പ്രകടനങ്ങളുണ്ട്, പല രീതിയിൽ അത് പ്രകടിപ്പിക്കാം. ചിലത് കരുതൽ തരുന്ന സ്നേഹമാണ്, ചിലത് എല്ലാം നിരീക്ഷിച്ച് ആപത്ത് കാലഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു സ്നേഹമാണ്. സ്നേഹമുള്ളവരെ, ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കധികം സമയമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്ക് എന്നെ ബഹുമാനമില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മാനസിക അവസ്ഥ, ആ ചിന്തയൊന്ന് മാറ്റിവെച്ചിട്ട് അവരായിരിക്കുന്ന അവസ്ഥയൊന്ന് ഉൾക്കൊള്ളുവാനായിട്ട്, അവർ നമ്മെ സ്നേഹിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം, അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം വിജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിതം സുന്ദരമാണ്. ആ സുന്ദരമായ ജീവിതത്തിൽ പിണങ്ങിയിരിക്കാൻ, പരാതികൾ പറയുവാനായിട്ട് അധികം സമയമില്ല. എൻ്റെ കൂടെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്, സമ്മതിച്ചു, സ്നേഹത്തോടെ ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് മറന്നൊന്ന് സ്നേഹിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ, വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഈശോയുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ 12 ശിഷ്യന്മാരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക, ചിലര് പാവപ്പെട്ടവരായിരുന്നു, പാവപ്പെട്ടവരായ മുക്കുവന്മാരായിരുന്നു. വിപ്ലവകാരികൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പലർക്കും. പ്രായക്കൂടുതലും പ്രായക്കുറവുമുള്ളവരുണ്ടായിരുന്നു, സംശയാലുക്കളുണ്ടായിരുന്നു, എപ്പോഴും സമ്പത്തിൽ മാത്രം ശ്രദ്ധ വച്ചിരുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു, ചുങ്കക്കാരായ വ്യക്തികളും. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള 12 പേരെയാ ഈശോ സ്വീകരിച്ചത്. അവരെ കൂടെ കൊണ്ടു നടന്നു. 3 വർഷമാണ് അവരെ കൂടെ കൊണ്ടു നടന്നത്. അവരുടെ ചലനങ്ങളും അവരുടെ രീതികളും ഒക്കെ ഈശോയ്ക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചു. നമുക്കറിയാലോ, സ്വഭാവ വ്യത്യാസമുള്ള ഒരാളെ പോലും സ്വീകരിക്കാൻ ഭയങ്കര വിഷമമാണ് നമുക്ക്. എന്നാൽ ഈ 12 പേരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയ ഈശോ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ഒരുമിപ്പിച്ച് നിർത്തുവാനായിട്ട് ശ്രമിച്ചു. എപ്പോഴും ദൈവപിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ അത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 12 പേരിൽ 10 പേരും രക്തസാക്ഷികളായി മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ? ഈശോയുടെ സ്നേഹം. ഈശോയുടെ സ്നേഹം വിധിക്കുന്ന സ്നേഹമല്ലായിരുന്നു. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്നേഹമല്ലായിരുന്നു. അവനായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന കരുതലുള്ള ഒരു സ്നേഹമായിരുന്നു. ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്നേഹമയനായ പിതാവായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കാം. എന്നെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ശീലങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെയൊന്ന് മാറ്റിക്കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ, അവരായിരിക്കുന്ന അവസ്ഥയൊന്ന് ഉൾക്കൊള്ളുവാൻ, അവരെങ്ങനെയാണ് എന്നെ കരുതുന്നത്, സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ, ഓരോ വ്യക്തിയുടെയും മാനസിക അവസ്ഥയെ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ധാരാളം വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും നൽകി. വിധിക്കാതെ തുറന്നൊന്ന് സ്നേഹിക്കുവാൻ, മനസ്സ് തുറന്ന് സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.